ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയാ, ഒരു മുക്ക് പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിൽ നിങ്ങൾ വെള്ളിയാഴ്ച ചെല്ലണം. എന്നിട്ട് ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് അവിടെ നടക്കുന്ന ഖുത്ബ കേൾക്കണം. ഇവിടെ നേരത്തെ സംസാരിച്ച മുനീർ ഷറഫി അവിടുത്തെ ഖതീബായി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഖുത്ബ, അദ്ദേഹമില്ലാത്ത സമയത്ത് വേറൊരാളുടെ ഖുത്ബ, ഇനി വേറെ ഭാവിയിൽ മറ്റാരെങ്കിലും ഒരു ഖുത്ബ, അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഖുത്ബ, മാക്സിമം ഒരു 30-35 മിനിറ്റ് സമയം ആ ഖുത്ബ നിങ്ങൾ കേൾക്കണം. അത് നമുക്ക് മനസ്സിലാവാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ അർത്ഥത്തിലാണ് ഖുത്ബ നടത്തിയത് എന്ന് പറയുമ്പോ ചിലപ്പോ സ്വാഭാവികമായി മുസ്ലിങ്ങൾ ചിന്തിക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ മലയാളത്തിൽ ഖുത്ബ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെന്തേ? അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തിനാണോ ഖുത്ബ പറഞ്ഞത്, ആ ലക്ഷ്യമാണ് സലഫികൾ ലോകത്ത് നടപ്പിലാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹംദും സ്വലാത്തും മുഅ്മിനുകൾക്ക് വേണ്ടിയുള്ള, മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ അറബിയിൽ തന്നെ നിർവഹിച്ചു. എന്നാൽ ബാക്കിയോ ഒക്കെ അറബിയില, കേൾക്കുന്നതോ അറബികള. നീ മിമ്പർ വന്ന് ഇറങ്ങിയിട്ട് സംസാരിച്ചതോ അറബിയില, ഒരു തർക്കമില്ല. ഭാര്യമാരോട് സംസാരിച്ചതോ അറബിയില, കച്ചവടം നടത്തിയതോ അറബിയില, യാത്ര പോയപ്പോ സംസാരിച്ചതും അറബിയില. അല്ലെ, ഈ ഒരു മുക്കിലെ മനുഷ്യരെ, ഈ കൈതക്കാടുള്ള മനുഷ്യരെ നമുക്കെല്ലാവർക്കും അറബി അറിയുമെങ്കിൽ അറബിയിലാണ് ഖുത്ബ പറയേണ്ടത്, തർക്കമൊന്നുമില്ല. പക്ഷേ പ്രവാചകന്റെ ഖുത്ബ എങ്ങനെയായിരുന്നു എന്ന് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ഞാൻ പറയുന്ന ഓരോ ഹദീസും, ഇനി ഞാൻ പറയുന്ന ഓരോ ഇബാറത്തും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇഷ്ടമുണ്ടോ നമുക്ക് സ്വീകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, തള്ളിക്കളയാം. കൈതക്കാട് എത്രയോ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ ഒരു മുക്കിൽ എത്രയോ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ എനിക്ക് പറയാനുള്ളത് എന്റെ ഇഷ്ടപ്രകാരമുള്ള വാക്കുകളല്ല, മുത്തുനബിയുടെ വാക്കുകളാണ്, പണ്ഡിതന്മാരുടെ ഇബാറത്തുകളാണ്, അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. അതിൽ നിന്ന് ഞാൻ ചിലത് കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു വെച്ച വിഷയം എന്താണ്? ഖുത്ബ എന്തിനാ ഞാൻ ഈ ആദ്യം പറയുന്നത്? ഖുത്ബ നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അത് നമ്മുടെ ഭാഷയിൽ സംസാരിച്ചത് കൊണ്ടാ. അതുപോലെ ഖുത്ബയും, പ്രിയപ്പെട്ടവരെ, അപ്പൊ ഖുത്ബ നിസ്കാരം ളുഹുറും സാധാരണ 4 പിന്നെ ഖുത്ബ ഉള്ളത് കൊണ്ടാണ് 2 ആക്കിയത്. അപ്പൊ 2 ഖുത്ബ 2 റക്അത്തിന് പകരമാണ്. ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നിസ്കാരം കിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ മുസ്ലിം ഉമ്മത്തെ, എന്നാൽ ഈ ഖുത്ബയോ കിബിലക്ക് നേരെ പിന്നിട്ടിട്ടല്ലേ. നിസ്കാരത്തിൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റുമോ? അതിലുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ളുഹുറിന് മിണ്ടാതെ മൗനമായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാണ് ഓതുന്നത്. എന്നാ മിമ്പറിൽ കയറിയിട്ട് ഒരു ഖത്തീബിന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആ ഇമാമ് മിമ്പറിൽ കയറി ഒന്നും മിണ്ടുന്നില്ല, ളുഹുറിന്റെ 2 റക്അത്ത് പോലെ ഞാൻ മിണ്ടാതെ ഖുത്ബ നടത്തുക എന്ന് പറഞ്ഞാൽ ആ ഖത്തീബിനെ മാറ്റി നമ്മൾ വേറെ ഖത്തീബിനെ വെക്കൂലേ? മിണ്ടാത്ത ഖത്തീബിനെ പറ്റുമോ? ഇല്ല. അപ്പൊ ഖുത്ബയും നിസ്കാരവും ഒരുപോലെയല്ല. അത് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാ, ഇത് നേരെ മനുഷ്യരിലേക്ക് തിരിഞ്ഞിട്ടാണ് നടത്തുന്നത്. ഇനി പ്രവാചകന്റെ ഖുത്ബ എങ്ങനെയായിരുന്നു? കാനത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതാനി, അല്ലാഹുവിന്റെ പ്രവാചകന് 2 ഖുത്ബകളാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുത്ബകൾക്കിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരിക്കും. യഖ്റഉൽ ഖുർആൻ, ഖുത്ബയിൽ പ്രവാചകൻ ഖുർആനിന്റെ വചനങ്ങൾ ഓതും. വയുദക്കിറുൻ നാസ്, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എങ്ങനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുത്ബയിൽ ഖുർആൻ ഓതും. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുത്ബയിൽ, ജുമഅയുടെ ഖുത്ബയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ പള്ളിയിൽ വരണം, എന്നിട്ട് ആ ഉത്ബോധനം കേൾക്കണം, ആ ഖുത്ബ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾക്ക് ആ ഖുത്ബയിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ആയത്തുകളാണ് ഓതുക, സഹാബത്തിന്റെ ചരിത്രമാണ് പറയുക, പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുകളാണ് പറയുക, അവിടുത്തെ സമ്മതങ്ങളാണ് പറയുക, അവിടുത്തെ പ്രവൃത്തികളാണ് പറയുക. ആ അർത്ഥത്തിൽ നിങ്ങൾ ഈ വിഷയത്തെ മനസ്സിലാക്കണം. 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ജുമുഅ ഖുത്ബയെ കുറിച്ച് പറഞ്ഞു, മഖ്സൂദുൽ ഖുത്ബ, ഖുത്ബയുടെ ലക്ഷ്യം അൽ വഅലു, ഉപദേശമാണ്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ക്ഷണിക്കുന്നത്, ഒരു മുക്കിലോ പരിസരത്തോ ഉള്ള പള്ളിയിൽ വന്ന് നിങ്ങൾ ഖുത്ബ കേൾക്കണം. ഒരു വെള്ളിയാഴ്ച ഒന്ന് കേട്ടു നോക്കുക, എന്താണ് ഇവർക്ക് പറയാനുള്ളത്. അങ്ങനെ മാറിയവരാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്, അങ്ങനെ മാറിയവരാണ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീന് പഠിക്കേണ്ടതുപോലെ പഠിച്ച് സത്യസന്ധമായി നമ്മളൊക്കെ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി മാറുകയാണ് എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നാളെ നമുക്ക് കിട്ടും. എങ്കിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമ്പോ സന്തോഷത്തോടുകൂടി കൈനീട്ടി വാങ്ങാൻ നമുക്ക് പറ്റും. ആ ഖുത്ബ കേൾക്കാൻ സഹോദരിമാരെ നിങ്ങൾക്കും പോകാം.
നിർബന്ധമില്ല, നിങ്ങൾക്ക് പോകാം. മുസ്ലിം ഉമ്മത്ത് തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഓർമ്മ നഷ്ടപ്പെടുത്തി വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. സ്ത്രീകളെ, നിങ്ങൾക്ക് പോവാം, നിർബന്ധമില്ല. ഒരു സ്ത്രീ ഭർത്താവിനോട് എനിക്കും പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളിയെ തൊട്ട് അവരെ തടയാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ വിധി. ഇതാ ഹദീസിലുള്ളത്. ഇനി നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഹദീസ് നമ്മുടെ ഉമ്മയായ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ടോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി متلفعات بمروطهن ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. എത്ര മനോഹരമായിട്ടാണ് ഈ ഹദീസിൽ കാര്യങ്ങൾ പറയുന്നത് കേട്ടോളൂ. ഞാൻ വേഗം ചില വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുഅ്മിനാത്തുകളായ സ്ത്രീകൾ മുത്തുനബിയുടെ കൂടെ, മുത്തുനബിയുടെ പള്ളിയിൽ, മുത്തുനബിയുടെ പിറകിൽ, മുത്തുനബിയുടെ കൂടെ സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നു. എങ്ങനെയാണ് അവർ പള്ളിയിലേക്ക് വരിക? മൂടി പുതച്ച് അവർ പള്ളിയിലേക്ക് വരും. പോരാ, നിസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. ഞാൻ ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ ഹദീസ് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് കേട്ട് പഠിച്ച സ്വഹാബത്തിലൂടെ, അതും നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? എന്നിട്ട് എന്തിനാ അതിന് തർക്കിക്കുന്നത്? മുജാഹിദുകൾ നിർബന്ധിച്ചൊരു പെണ്ണ് പള്ളിയിൽ വരണമെന്ന് പറയുന്നില്ല. അത് വലിയൊരു വിഷയമാക്കി അവതരിപ്പിക്കാനുമില്ല. ഇതാണ് അപ്പൊ വലിയൊരു വിഷയമായിട്ട് ആദ്യം തന്നെ പറയേണ്ടതല്ല. എന്തിനാ പറയുന്നത്? ജുമുഅ ഖുതുബ പറഞ്ഞപ്പോൾ ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. സ്ത്രീകൾക്കും പോവാം, നിർബന്ധമില്ല. അവർക്ക് പോകാം. അവർക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്ന അവസ്ഥയില്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അവർക്ക് പോവാം, അനുവാദമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു പണ്ഡിതൻ, ബഹുമാന്യനായ ഒരു പണ്ഡിതൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഹദീസ് ഉണ്ട്, അതാർക്കും തർക്കമില്ല, ആ ഹദീസൊക്കെ നമ്മളും കണ്ടതാണ്. പക്ഷേ ആ ഹദീസിന്റെ വിവക്ഷ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വിശദീകരിച്ചത് എന്തെന്നറിയുമോ? അത് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉണ്ടാക്കിയ റൂമിനെ കുറിച്ചാണ് ചർച്ച. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ അർത്ഥങ്ങളൊന്ന് വെക്കിട്ടോ, നാട്ടുകാര് മനസ്സുണ്ടെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് മനസ്സിലാകും. ഇവർ നബിയുടെ കൂടെ സുബഹി നമസ്കാരത്തിന് വരും, എന്നിട്ടോ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവും. എപ്പോ? നമസ്കാരം കഴിഞ്ഞ ഉടനെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. അപ്പോഴോ ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. നമ്മൾ താമസിക്കുന്ന വീട്, അന്നത്തെ വീടൊക്കെ ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാ, ചെറിയ വീടാ. ആ വീട്ടിനുള്ളില് ആയിക്കോട്ടെ, ഒരു സഹാബി വനിത ഒരു റൂമിൽ നിസ്കരിക്കുകയാണ്. ആ റൂമിൽ നിന്ന് സഹാബി വനിത നിസ്കരിച്ചിട്ട് കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോ മക്കള് ചോദിച്ചു വാപ്പാനോട്, ഉമ്മ എവിടെ? ഉമ്മ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയോ? ഉമ്മ നിസ്കരിക്കാൻ വന്നീനി, നിസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന്. പിന്നെ ഇരുട്ടുകൊണ്ട് ആരാണ് പോണതെന്ന് തിരിച്ചറിയുമായിരുന്നില്ല. അതെങ്ങനെ ശരിയാകുക? വീട്ടിന്റെ ഉള്ളിലത്തെ റൂമില് ഞാനും എന്റെ ഭാര്യയും മക്കളും താമസിക്കുന്ന വീട്ടിൽ ഇരുട്ടുകൊണ്ട് ആരാണ് പോകുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് പിരിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങി പോകുന്ന സ്ത്രീകളെ ഇരുട്ടുകൊണ്ട് മനസ്സിലാകുമായിരുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ സംശയങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 150-ലധികം ഹദീസുകളിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാമെന്നത് പറയുന്നു.